നമസ്കാരം. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി. അവരിൽ ചില കൊള്ളാവുന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാണ്. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും വകുപ്പിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ അവരെ പിടിച്ച് നാറ്റിക്കുകയാണ് വേണ്ടത്. ജനങ്ങൾ അവരെ കാർക്കിച്ച് തുപ്പുന്ന ഒരു പരിതസ്ഥിതിയിലെത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. 34 വർഷങ്ങൾക്ക് മുൻപ് 1991 ഒക്ടോബർ 30 റിലീസായ ശ്രീനിവാസൻ കഥയും തിരക്കഥയും എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമയിൽ ശങ്കരാടി അവതരിപ്പിച്ച RDP നേതാവ് സഖാവ് കുമാരപിള്ള പാർട്ടി ക്ലാസ്സിൽ പറയുന്ന സംഭാഷണമാണിത്. എല്ലാ കാലത്തും ഈ സംഭാഷണത്തിന് പ്രസക്തി ഉണ്ടെങ്കിലും കൂടുതൽ പ്രസക്തമാകുന്നത് ഇപ്പോഴാണ്. അതവിടെ നിൽക്കട്ടെ. നിരവധി പീഡനങ്ങൾ നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. അതിപ്പോൾ ഒരു പുതുമയല്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാവും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡന ആരോപണവും ഗർഭഛിദ്രം ചെയ്യാൻ നിർബന്ധിച്ചു എന്നുള്ള ആരോപണങ്ങളും കെട്ടടങ്ങി വന്നപ്പോഴാണ് ഇന്നലെ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത്. അവിഹിത ഗർഭം ധരിക്കുന്ന സ്ത്രീകളെല്ലാം അല്ലെങ്കിൽ പീഡനത്തിനിരയാകുന്ന സ്ത്രീകളെല്ലാം മുഖ്യമന്ത്രിയെ മുഖം കാണിച്ച് സങ്കടം ബോധിപ്പിക്കുന്ന രീതി മുമ്പ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിജീവിതം മുഖ്യമന്ത്രിയെ മുഖം കാണിക്കുമെന്ന് മിനിഞ്ഞാന്നു തന്നെ അന്തം കമ്മികൾ സമൂഹ മാധ്യമങ്ങളിൽ കൊട്ടിഘോഷിച്ചതാണ്. അതായത് അതിജീവിതം മുഖ്യമന്ത്രിയെ മുഖം കാണിക്കാൻ പോകുന്ന വിവരം അന്തം കമ്മികൾ മുൻകൂട്ടി അറിഞ്ഞു എന്നർത്ഥം. അപ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇന്നലെ 40 മിനിറ്റോളമാണ് മുഖ്യമന്ത്രി അതിജീവിതയോട് സംസാരിച്ചത്. ശക്തമായ നടപടിയെടുക്കും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിനുശേഷം റൂറൽ SP മൊഴിയെടുത്തു. രാഹുൽ കോടതിയെ സമീപിച്ചാൽ ജാമ്യം കിട്ടാൻ സാധ്യതയുള്ളതിനാൽ അതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. കമ്മ്യൂണിസ്റ്റുകാർക്ക്, പ്രത്യേകിച്ച് CPMകാർക്ക് ഉളുപ്പില്ലാത്തത് കൊണ്ട് ഈ പറയുന്നതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. അത് കാണ്ടാമൃഗത്തിനെ ഇക്കിളിയാക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ വോട്ടർമാരോടാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു 6-7 മാസം ആശാ വർക്കർമാർ പെരുമഴയത്തും പൊരിവെയിലത്തും രാവും പകലും ഇന്നലെ അതിജീവിത മുഖം കാണിച്ച ആ തമ്പുരാൻ വാഴുന്ന സെക്രട്ടേറിയറ്റിന്റെ മുന്നിലുള്ള ഫുട്പാത്തിൽ സമരം ചെയ്തിരുന്നു. സ്ത്രീകളായിരുന്നു അവരും. അവർ സമരം ചെയ്തത് എന്തിനായിരുന്നു എന്നറിയാമോ? തുച്ഛമായ അവരുടെ വേതന വർധനവിനു വേണ്ടി. കണ്ട ഭാവം നടിച്ചില്ല മുഖ്യമന്ത്രിയും കൂട്ടുമന്ത്രിമാരും. മാസങ്ങളോളം അവരുടെ പിച്ചക്കാരെ പോലെ ഇരുന്നു. എത്രയോ തവണ മുഖ്യമന്ത്രിയെ കാണാൻ അവർ ശ്രമിച്ചു. തയ്യാറായില്ല. കാണാൻ സൗകര്യപ്പെടില്ല മുഖ്യമന്ത്രിക്ക്. ഇനി മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്. പേര് ശശി, ഇനിഷ്യൽ P, അതായത് P ശശി. ഈ മഹാനെ പണ്ട് പാർട്ടി പുറത്താക്കിയതാണ്. അതെന്തിനാണെന്നറിയാമോ? പെണ്ണ് കേസിന്. സ്വന്തം പാർട്ടിയിലുള്ള ഒരു MLAയുടെ, അതായത് സഹപ്രവർത്തകന്റെ പ്രായപൂർത്തിയാകാത്ത മകളും DYFI പ്രവർത്തകന്റെ ഭാര്യയുമാണ് ഇയാൾക്കെതിരെ പരാതിയുമായി വന്നത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ പുറത്താക്കിയ ശശിയെയാണ് ഇന്നലെ അതിജീവിത മുഖം കാണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ആ മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും സ്ത്രീ സുരക്ഷാ നിയമങ്ങളും സ്ത്രീ സംരക്ഷണ നിയമങ്ങളുമുണ്ട്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയെ മുഖം കാണിക്കുന്നത്? ഇതിപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് തൊട്ടിയും കയറും ഉണ്ടായിരിക്കെ മുണ്ടും മടക്കി കുത്തി കിണറ്റിലിറങ്ങി വെള്ളം പരിശോധിച്ച നികേഷ് കുമാറിനെയാണ് ഓർമ്മ വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെ നാണം കെട്ട് നാറി ആൾക്കൂട്ടത്തിനിടയിൽ അടിവസ്ത്രമിടാത്തവൻ മുണ്ടഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ CPM. പാർട്ടിക്കാരായ 2 മുൻ ദേവസ്വം പ്രസിഡന്റുമാരെയും സംഘടനാ നേതാക്കളായ ഉദ്യോഗസ്ഥരെയും പ്രത്യേക അന്വേഷണ സംഘം പൊക്കി അകത്തിട്ടിട്ട് ആഴ്ചകളായി. ഇനി അടുത്ത വരവ് മുൻ ദേവസ്വം മന്ത്രിയുടെ അടുത്തേക്കാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി വെറും 10 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോൾ തന്നെ വോട്ട് ചോദിച്ച് നാണമില്ലാതെ വീട്ടുമുറ്റത്തേക്ക് കയറി ചെല്ലുന്ന അന്തം കമ്മികളെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ആട്ടിപ്പായിക്കുകയാണ്. പാർട്ടിക്ക് സ്വാധീനമുള്ള കണ്ണൂരിലെ ആന്തൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിക്കാം എന്ന് വെച്ച് എല്ലായിടത്തും അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധ തിരിച്ചേ പറ്റൂ. അതിനൊപ്പം കുറെ മാപ്രകളും. ശബരിമല സ്വർണ്ണക്കൊള്ളയെ ഗർഭത്തിൽ മുക്കാൻ ശ്രമിക്കുകയാണ് ഈ മാപ്രകളെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനെ ഒരു തരിമ്പ് പോലും വ്യക്തിപരമായി ഞാൻ അനുകൂലിക്കുന്നില്ല. ഇനി ഇതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതാണോ അതോ യഥാർത്ഥമാണോ എന്നുള്ളതൊക്കെ പിന്നീട് മനസ്സിലാകും. അങ്ങനെ സംശയിക്കാനും കാരണമുണ്ട്. കാരണം ഇതെല്ലാം കൊണ്ടുവന്നത് കമ്മികളാണ്. അവന്മാരുടെ നഖത്തിനിടയിൽ വരെ കള്ളമാണ്. അതുകൊണ്ടാണ് സംശയം പറഞ്ഞത്. അതിജീവിതയ്ക്ക് പരാതിയുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാം. പക്ഷേ അത് രാഷ്ട്രീയമായ മുതലെടുപ്പിനുള്ള ഒരു ആയുധമാക്കരുത്. അത് നീതികേടാണ്. കുറ്റം ചെയ്താൽ ശിക്ഷിക്കാൻ ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്.
അവിടെ ഒരു മഹാരാജാവിൻ്റെയും ആവശ്യമില്ല. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ കഷ്ടകാലം വന്നാൽ ഒരു വെടിവെച്ചാൽ പോലും ആ ഉണ്ട കറങ്ങിത്തിരിഞ്ഞ് സ്വന്തം ആസനത്തിൽ വന്നു തറയ്ക്കും. അതാണ് ഇപ്പോൾ CPM-ൻ്റെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇത് രാഹുലിന് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാനേ ഉതകൂ എന്നുള്ള കാര്യം ഈ മണ്ടന്മാർ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും മറുഭാഗത്ത് മുകേഷും ബേബിയും ശശിമാരും ശ്രീരാമകൃഷ്ണനും കടകംപള്ളിയും തോമസ് ഐസക്കും ബിനോയ് കോടിയേരിയും ഒക്കെ ഉള്ള സ്ഥിതിക്ക് രാഹുലിന്റെ തട്ട് ഉയർന്നു തന്നെയിരിക്കും. PP ദിവ്യയും വീണ ജോർജും KK ശൈലജയും PK ശ്രീമതിയും ഒക്കെ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി സമൂഹ മാധ്യമത്തിൽ തലപൊക്കിയിട്ടുണ്ട്. സ്വന്തം പാർട്ടി നേതാക്കൾ പീഡിപ്പിച്ചപ്പോൾ ഇവരുടെ നിലപാട് എവിടെയായിരുന്നു എന്നുകൂടി കേരളത്തിലെ പൊതുസമൂഹം ഓർക്കണം. എന്ന് മാത്രമല്ല, ഇതിലെ ശരികേടുകൾ പറയുന്നവരെ കൂട്ടമായി ചേർന്ന് വേട്ടപ്പട്ടികളെ പോലെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് സമൂഹ മാധ്യമത്തിലൂടെ. പക്ഷേ അതൊന്നും വിലപ്പോകില്ല. ഗർഭക്കേസല്ല, അതിനപ്പുറമുള്ള കേസ് കൊണ്ടുവന്നാലും കേരളത്തിലെ പൊതുജനങ്ങൾ കഴിഞ്ഞ 9.5 കൊല്ലത്തെ കിരാത ഭരണവും ശബരിമലയിൽ നടത്തിയ മുടിഞ്ഞ സ്വർണ്ണക്കൊള്ളയും നവീൻ ബാബുവിന്റെ മരണവും ഒന്നും മറക്കില്ല. അത് മറന്നു പോകരുത്. വോട്ടിടാനായി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനി ഒരിക്കൽ കൂടി ഈ ഒരു നശിച്ച വർഗം, ഈ CPM ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാരൻ്റെ, അതായത് ഇവന്റെയൊക്കെ ആസനം താങ്ങി നിൽക്കാത്തവരുടെ ഗതി എന്തായിരിക്കും, എന്താകും എന്നുകൂടി നമ്മൾ ചിന്തിക്കണം.